Welcome back to another vlog, guys. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ തോരനാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് മറ്റേ കോളിഫ്ലവറിൻ്റെ ഇതൊക്കെ എടുത്ത് നമുക്ക് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഇതാക്കാനുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. ഇനി മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാതെ ഒന്ന്. അപ്പോൾ ആ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ സബോള കട്ട് ചെയ്തിട്ട്, സബോള ഒരു 2 വലിയ സബോളയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം തക്കാളി, ഒരു ചെറിയ തക്കാളിയാണിത്. അപ്പോൾ ഒരു 4 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചും എല്ലാം വെട്ടി സെറ്റായതിനു ശേഷം നമ്മൾ പാൻ വെച്ചു ഓയിൽ ഒഴിക്കുകയാണ്. കടുക് പൊട്ടിച്ചു കൊടുക്കാം. ലേശം ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്തു. പച്ചമുളക് ഒന്ന് ഇതായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം നല്ലോണം ചതച്ചതാണത്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അത് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് സബോള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സബോള ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ലേശം ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് 2-3 മിനിറ്റ് നല്ലോണം അതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെച്ച് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ സബോളയൊക്കെ ഏതാണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു കോളിഫ്ലവർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ കോളിഫ്ലവർ ഈ സബോളയോട് കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മുടെ സാധനം സെറ്റായി വന്നിട്ടുണ്ട്. കോളിഫ്ലവറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കിതിൽ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്. അത് ആഡ് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് മുട്ട സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരു 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതേസമയത്ത് നമ്മുടെ കസൂരി മെത്തി ആഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആൻഡ് മട്ടൺ മസാല. അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് മട്ടൺ മസാല ആഡ് ചെയ്യുന്നത്. ചിക്കൻ മസാല ആഡ് ചെയ്യണമെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു 1 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ലേശം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൽ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക. 1 കപ്പ് വെള്ളം കൂടിയും വീണ്ടും ഒഴിക്കണം നമുക്ക്. എന്നിട്ട് വേണം നമുക്ക് തിളപ്പിക്കാൻ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു നമ്മുടെ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായപ്പൊടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊരു മല്ലിയില, ലേശം ഒരു മല്ലിയില ഇട്ടിട്ട് നമ്മളൊരു 2 മിനിറ്റ് ഇത് അടച്ചു വെച്ച് നല്ലോണം തിളപ്പിക്കാൻ വിടാനുള്ള പരിപാടിയാണ്. മല്ലിയില കയ്യിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഗ്രേവിയൊക്കെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ മുട്ട ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ചുരുങ്ങിയത് ഒരു 5 മിനിറ്റ് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ആ ഗ്രേവിയൊക്കെ നല്ലോണം ഡ്രൈ ആയി വരും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് അടച്ചു വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ 2-3 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്തു. മല്ലിയില നമ്മൾ ലാസ്റ്റ് ഫൈനൽ ടച്ചായി മല്ലിയില ഇട്ടു. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട. അപ്പോൾ ഒരു പീസ് എടുത്ത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ചൂടുണ്ട്. സൂപ്പർ സാധനം ഗൈസ്. ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി. ചോറും കുഴച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. So hope you guys are enjoyed today's vlog. See you in next any other cooking vlog or any travel vlog. Bye bye.